ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ സ്കോച്ച് ഐസ്ക്രീമാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള കാര്യമാണല്ലോ ഐസ്ക്രീം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഹോം മെയ്ഡ് ബട്ടർ സ്കോച്ച് ഐസ്ക്രീം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കുറച്ച് ചിലവൊക്കെ ഉണ്ട്. അപ്പോൾ അത്ര തന്നെ ചിലവില്ല. ഒരു ഏകദേശം ഒരു 40-60-70 രൂപയുടെ ഉള്ളിൽ നമുക്ക് നല്ലൊരു ഐസ്ക്രീം ഉണ്ടാക്കാം. ഇതാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് കിടക്കാം. ഞാനിവിടെ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ക്രസ്റ്റ് ക്രംബിൻ്റെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം മിക്സാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 40 രൂപ വിലയുള്ളതാണ് ഈ ഐസ്ക്രീം മിക്സ്. നമുക്ക് പാലും കൂടിയിട്ടൊരു 70 രൂപയുടെ അടുത്ത് നമുക്ക് അതിൻ്റെ ചിലവ് വരും. അപ്പോൾ ഞാനിത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് എടുക്കുകയാണ്. അപ്പോൾ ഞാനത് പാക്കറ്റ് ഞാൻ പൊളിച്ചു. അതിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ വേറൊരു പാക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ പാക്കറ്റിലാണ് നമ്മുടെ മിക്സ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ പാക്കറ്റ് ഇനി ആ ഉള്ളിലുള്ള പാക്കറ്റ് ഞാൻ കത്രിക എടുത്തിട്ട് ഞാനിനി കട്ട് ചെയ്യാണ്. കട്ട് ചെയ്ത് ഞാൻ ഈ പാത്രത്തിലേക്കാണ് ഞാൻ അതിൻ്റെ മിക്സ് ഇടുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റാവുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്കിതിൽ ഷുഗറോ അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്കിനി സ്പെഷ്യലായിട്ട് ഇനി ഇല്ലെങ്കിൽ കൂടുതലായിട്ട് നമുക്കിതിനി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആ കൂടി വരുന്ന സാധനങ്ങൾ ഈ മിക്സും അതുപോലെ തന്നെ ഒരു പാക്കറ്റ് പാലുമാണ്. ഞാനിവിടെ ഈ പാക്കറ്റിലെ ഈ മിക്സ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ടു. ഇനി വേണമെങ്കിൽ നമുക്കതിൽ വല്ല പൊടിയോ അങ്ങനെ കട്ട പിടിച്ചിരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയുന്നതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഇനിയിപ്പോൾ അങ്ങനെ ഇളക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം വെച്ചാൽ നമ്മളിത് അടിച്ചെടുക്കുമ്പോൾ ശരിയാവും. ഇനി ഞാനിതിലേക്ക് മിൽമയുടെ 1/2 ലിറ്ററിൻ്റെ മിൽമ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു 1/2 ലിറ്റർ മുഴുവനായിട്ട് വേണമെങ്കിൽ നമുക്കിതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ടൈമിന് നമുക്ക് അടിക്കാം. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ 1/2 ലിറ്ററിൽ 1/4 ലിറ്റർ, ഒരു പാക്കറ്റ് പാലിൻ്റെ 1/4 ലിറ്റർ മാത്രമേ ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 1/4 ലിറ്റർ ഞാനിതിലേക്ക് പൊട്ടിച്ചിട്ട് ഒഴിക്കുകയാണ്. കാൽ ലിറ്റർ മാത്രമേ ഞാനിതിലേക്ക് ആഡ് ചെയ്യണുള്ളൂ. നന്നായിട്ടൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ ബീറ്ററില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ അധികം സുഖമായിട്ട് അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഐസ്ക്രീം ആണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭൂരിഭാഗം ആളുകളുടെ കയ്യിൽ ഈ ബീറ്റർ ഉണ്ടായിരിക്കില്ല. അപ്പം നമുക്ക് മിക്സിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മിക്സിയിലിട്ടത് അടിക്കുമ്പോൾ നമ്മൾ ജ്യൂസ് ജാറിൽ വേണം അടിച്ചെടുക്കാൻ. അങ്ങനെ ജ്യൂസ് ജാറിൽ അടിച്ചെടുത്തതാണ് ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന മിക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ സിറപ്പ്. അപ്പോൾ ഈ സിറപ്പിൽ ഇങ്ങനെ ഈ പത പൊങ്കി കിടക്കുന്ന നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ പത മാക്സിമം നമുക്ക് പതപ്പിച്ചിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ സെക്കൻഡ് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം അടിക്കാൻ. അപ്പോൾ അതിങ്ങനെ പതം അങ്ങനെ കൂടി വരും. കാരണം നമ്മൾ ബീറ്ററിൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മിക്സിയിൽ ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മിക്സിയിൽ തന്നെ വേണമെങ്കിൽ ഇത് ചെയ്യാം. ഇനി നമ്മൾ 2 മണിക്കൂർ ഞാനിത് ഫ്രീസറിൽ നല്ല ഹൈ സ്പീഡ് കൂട്ടിയിട്ടിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നല്ല കട്ടയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാനിത് മുൻപ് പറഞ്ഞു ഞാൻ 1 ലിറ്റർ പാലാണ് നമുക്കിതിൽ എടുക്കേണ്ടത്. ആ 1 ലിറ്റർ പാലിൽ ഞാൻ 1/2 ലിറ്റർ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും ഇനി ഇത് 1/2 ലിറ്ററും കൂടി കൂട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, അടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് കട്ടയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ ഇതൊന്ന് ലൂസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ അത് എടുത്തിട്ട് ഇനി നമ്മൾ വീണ്ടും മിക്സിയിൽ എടുത്തിട്ട് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ വീണ്ടും മിക്സിയിൽ ഞാൻ ഇതേപോലെ തന്നെ ആ പാല് കൂട്ടിയിട്ട് ഞാൻ അടിച്ചിട്ട് 5 സെക്കൻഡ് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് അടിച്ചെടുത്തിട്ടുള്ള നല്ല പതയോട് കൂടിയിട്ടുള്ള മിക്സാണിത്. എത്ര പതയുണ്ടോ അത്രയും നമ്മളുടെ ഐസ്ക്രീം നമുക്ക് നന്നായിട്ട് സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി 7 മണിക്കൂറാണ് നമ്മളിത് ഫ്രീസറിൽ വെക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐസ് ബീഡിൽ വെച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുള്ള
ഐസ്ക്രീമാണ്. അപ്പോൾ നമ്മൾ ഐസ്ക്രീം റെഡിയായി. അപ്പോൾ രാത്രി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓവർനൈറ്റ് വയ്ക്കുകയാണ് ഏറ്റവും ബെറ്റർ ഉണ്ടായിരിക്കുക. കാരണം വെച്ചാൽ നമുക്ക് പിന്നീട് വലിയ റിസ്ക് ഒന്നുമില്ല. അപ്പോൾ നമ്മളുടെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം മിക്സ് അല്ല ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഐസ്ക്രീം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻസ് എൻ്റെ നോട്ടിഫിക്കേഷൻസ് വീണ്ടും നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പ്രസ് ചെയ്യുക. ഒരു കാര്യം ഞാൻ വിട്ടുപോയി, ഇത് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പനക്കൽക്കണ്ടാണ്. നമുക്കിവിടെ ഷോപ്പിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ആ പനക്കൽക്കണ്ടം പൊടിച്ചിട്ടാണ് ഞാനിവിടെ ഇത് ഗാർണിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. എന്നാൽ ബൈ ബൈ.